കേരള ചരിത്രത്തിൽ ഞാൻ കണ്ടില്ല, ഈ കണ്ടിണ്ടാ? ആ, കേരള ചരിത്രത്തിൽ ആദ്യമായി ഇതാ ഒരു ബ്രൈഡ് ഗ്രൂമിന് ഇട്ട് തരുന്നു. കുറച്ചുകൂടി ബുദ്ധിയുള്ള ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ, എനിക്ക് മനസ്സിലാവില്ല. എന്റെ പൊന്നും അറിയാ, ഇതുവരെ നീ ശരി റെഡി ആയില്ലേ? ഹായ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താണ്? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ ഷൂട്ടിംഗ്. അതായത് നമ്മളെ വെഡിങ് ഫോട്ടോഷൂട്ട്. ഇതാണ് ആള്. ഈ ആള് ഇപ്പൊ സെൽഫ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി. ഓ എന്താ കാറ്റ്, പൊളി വൈബ്. നമ്മളിപ്പോ ടിയാറയിലാട്ടോ ഉള്ളത്. അതായത് നമ്മുടെ കോഴിക്കോട് ടിയാറയിലാണുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളിൽ പോയിട്ട് നമുക്ക് മാറ്റണം. അതുപോലെ തന്നെ നമ്മുടെ മണവാട്ടി സെൽഫ് മേക്കപ്പാണ് ചെയ്തിട്ടുണ്ടായത്, നിങ്ങളോടൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഇന്നും ചെയ്യാൻ പോണ സെൽഫ് മേക്കപ്പ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഈ ആളെ നമ്മൾ മാറ്റുന്നതായിരിക്കും. ഉള്ളിൽ പോവാ, നടക്ക്. അപ്പൊ എന്തായാലും കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് കോൺസെപ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അതൊക്കെ ഒരു ചെറിയൊരു തീമൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് വർക്കൗട്ട് ആക്കണം. എന്താന്നൊക്കെ പറഞ്ഞുതരാം, വാ. അപ്പം നമ്മളെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1101, അത് 11th ഫ്ലോറിലാട്ടോ. അവിടുന്ന് നല്ല വ്യൂ ഒക്കെ ഉണ്ടാവും. വ്യൂ ഒക്കെ കണ്ട് നിനക്ക് മാറ്റാം. ഇവിടെ ഓൾറെഡി നിന്ന ആളാണ് ഇത് നമ്മളാണ് ഇവിടെ പുതിയത്. എങ്ങനെയുണ്ട് നിന്നിട്ട്? എന്താണ്? ഓക്കെ, ഈ ഫ്ലോറിൽ എന്ന് സൈബ 1101. എത്ര? 1101. യെസ്, ഇതാണ് റൂം. എന്താണ് ഒരു പ്രത്യേകത? ഏത്? ബാത്തപ്പ് അല്ലേ? എന്നാ വാങ്ങിട്ട് പോര്. അപ്പൊ ബാത്തപ്പില് കളിക്കാൻ കേട്ട മോളെ. തുടങ്ങിക്കോ, പണി തുടങ്ങിക്കോ. ടൂൾസ് ഇപ്പൊ എത്തും. ഇനി ഇവിടുത്തെ വ്യൂ കാണിച്ചു തരട്ടോ നിങ്ങക്ക്. തുറക്ക്. 11th ഫ്ലോറിൽ. വാ, ഇവിടെ നോക്ക്. അല്ലോ, ഇവിടേക്കൊക്കെ മറിയോടെ നോക്കിയാ. ഇവിടെ നോക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര ഹൈറ്റില് കോഴിക്കോട് കാണുന്നത്. ആണോ? സെറ്റ്. ഓക്കെ, നോക്ക്. ഞാനിവിടെ നിൽക്കാം. മോളെ തുടങ്ങിക്കോ, പണി തുടങ്ങിക്കോ. എന്താണ്? പണിക്കാരാ? ഇതിന്ന് എടുത്ത പൈസ കൊടുക്കണോ? നമ്മുടെ ലഗേജസ് വന്നിരിക്കുകയാണ്. മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ റോലൊക്കെ ഒന്ന് കാണിച്ചാ. ഇതാണ്. ഇനി നമ്മുടെ ബ്രൈഡ് സെൽഫ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. അപ്പൊ ഓൾറെഡി നമ്മുടെ മാരേജിനൊക്കെ ചെയ്തതാണ്. അപ്പൊ ഒന്നുകൂടെ അല്ലേ, നമ്മുടെ ഷൂട്ടിന് വേണ്ടി കൊണ്ട് ഒന്നുകൂടി ചെയ്യാണ്. മാരേജിന് ചെയ്ത് പിന്നെ ഞാൻ എവിടെയും കാണാത്ത കരച്ചിൽ ഞാൻ കരഞ്ഞതുകൊണ്ട് തന്നെ എന്റെ മേക്കപ്പ് ഒക്കെ എന്താ പറയാ, ഞാൻ തന്നെ വൈപ്പ് ചെയ്ത് കളഞ്ഞ്. ഇനി നമ്മളെ നെക്സ്റ്റ് പരിപാടി, അതായത് ഫോട്ടോഷൂട്ടിന് വേണ്ടി സ്വയം ചെയ്യുന്നു അല്ലേ? ഓക്കെ, ഇരിക്കെ. ഇത് നമ്മുടെ സർപ്രൈസിന് വേണ്ടിയിട്ടുള്ള സംഭവം കേട്ടോ. ഒരു കിടിലൻ സംഭവം വരുന്നുണ്ട്, മക്കളെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മുന്നോടിയാണ് നമ്മൾ എങ്ങനെ അല്ലേ ഇതെല്ലാം കാണിക്കുന്നത്. അപ്പൊ ആ സർപ്രൈസിന് വെയിറ്റ് ചെയ്യാ അല്ലേ? സൂപ്പർ സർപ്രൈസ് വരുന്നുണ്ട് ഗൈസ്, വരുന്നുണ്ട്. നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതായത് നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതൊരാളെയും നന്നായിട്ട് ഭംഗിയാക്കുക. ഇത് നിങ്ങൾക്ക് കൂടി ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പം എല്ലാരും വെയിറ്റ് ചെയ്യാം. ഓക്കെ, സർപ്രൈസ്. സോ ഫൈനലി സിംഗിത സെറ്റ് ആയിട്ടുണ്ട്. റെഡി അല്ലേ? റെഡിയാണ്. ഇപ്പൊ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അല്ലേ? അതെ. റെഡി? ബ്രൈഡ് റെഡി അല്ലേ? അതെ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അതെ, അസിസ്റ്റന്റിന്റെ അടുത്ത് ഞാൻ ബ്ലെൻഡർ സോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ സോക്ക് ചെയ്യുന്നത്? ബ്ലെൻഡർ. പിന്നെ ഇതിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു കാര്യമുണ്ട്, എന്ത് ഹെയർ ഇങ്ങനെ ഇതിന് ചെയ്തത്, അതിന് ഹെയർ ചെയ്തത് എന്താ, അങ്ങനെ ഒരു മാച്ച് അല്ലല്ലോ എന്നുള്ളൊരു സംഭവം. അതിനൊരു വലിയ സ്റ്റോറി തന്നെ പറയാനുണ്ട്. പറയുകയാണെങ്കിൽ അത് പറഞ്ഞിരുന്നുണ്ട്. ഇപ്പൊ പറയുന്നില്ല, ഇപ്പൊ സമയമില്ലാത്ത. എന്താ സംഭവം സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോ ഇവിടെ മുന്നിൽ പോയിട്ട് ഹെയർ ചെയ്യും. കാരണം ഹെയർ നമ്മളല്ല ചെയ്യുന്നത്,
പുറത്തെ ഒരു ടീമിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അതെ, എല്ലാം കൂടെ നമുക്ക് നടക്കൂലല്ലോ. അന്നും ചെയ്ത് നമുക്ക് ഞാൻ പറയാം നമ്മളെ ചെറിയൊരു ലാഗ് വന്നത് നമുക്ക് വേണേ ഒരാളെ വിളിച്ചാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്തത് സലൂണിൽ അവിടെ അടുത്തുള്ളടത്ത് പോയിട്ട് അല്ല, അതുകൊണ്ടല്ല, ബ്ലെൻഡർ ഇവൻ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ പുതിയ ബ്ലെൻഡർ വാങ്ങി വെച്ചത് ഇവൻ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. അപ്പൊ ഈ ബ്ലെൻഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ 10 മണിയായിട്ട് ഷോപ്പ് ഓപ്പൺ ആവണം. എന്നിട്ട് വേണം ആ ബ്ലെൻഡർ വാങ്ങിച്ചിട്ട് വേണം ഞാൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങാൻ. രാവിലെ ഏർലി മോർണിംഗ് തുടങ്ങേണ്ട മേക്കപ്പ് 10 മണിക്കാണ് 10:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അതിന്റേതായിട്ടുള്ള ലാഗ് വന്ന് ഇവര് 1 മണിയാകുമ്പോഴേക്ക് എത്തുകയും ചെയ്യും. നോർമലി ഒരാള് ഇപ്പം ഈ ഉച്ചക്കുള്ള പരിപാടിക്ക് വേണ്ടി തുടങ്ങുകയാണെങ്കിൽ രാവിലെ തുടങ്ങും. ഒരു 7 മണി 6 മണിക്ക് മുതലെങ്കിലും 4 മണിക്ക് 4 o'clockനൊക്കെ സ്റ്റാർട്ട് ചെയ്യും മേക്കപ്പ് എന്ന് പറയുന്നത്. കാരണം അത് ആ ഒരു പ്രൊസീജിയർ മുഴുവനായിട്ട് നല്ല വൃത്തിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര ടൈം എടുക്കും. എന്നിട്ട് ഞാൻ അവിടെ സലോണിൽ കയറിയിട്ട് ഇവര് എന്നോട് ചോദിച്ചു എന്ത് ഹെയർ സ്റ്റൈല് വേണ്ടതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് പിന്നെ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു കേൾ ചെയ്തിട്ടാ മതി. കാരണം ഇവൻ എത്തുന്നതിന് മുന്നേ ഞാൻ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് തന്നെ അങ്ങനെയാണ്. അതായത് ഇവള് പറഞ്ഞ കഴിഞ്ഞില്ല, ഞാൻ ഈ എത്തുന്നതിന് മുന്നേ ഈ എത്തി കഴിഞ്ഞിട്ട് ഞാൻ എത്തി എനിക്ക് ചീത്ത വെക്കുന്നത്. അപ്പൊ ഞാനൊന്ന് കറങ്ങി ചുറ്റിയിട്ടാണ് ശരിക്കും വന്നത് തന്നെ. അതെ, ഞാൻ അവനോട് പറഞ്ഞു കുറച്ചു നേരം ഒന്ന് ചവിട്ടി പിടിച്ചോ, കാരണം ഞാൻ അവിടെ എത്തിയിട്ട് മതി. നീ ആകെ 3 മണിക്കൂറോ 2.5 മണിക്കൂറോ കിട്ടിയിട്ടുള്ളൂ ഹെയർ ചെയ്യാനും മേക്കപ്പ് ചെയ്യാനും. എന്നിട്ട് അടിപൊളിയാക്കി ചെയ്ത് ഡൺ. അത് നമ്മളൊരു ചലഞ്ച് ആയിരുന്നു കേട്ടോ മക്കളെ, ചലഞ്ച് ആയിരുന്നു. അത് നമ്മൾ ചെയ്തു. യെസ്, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സംതിങ് ഈസ് സ്റ്റാർട്ടിങ് സംതിങ്. ഓക്കേ, വെയിറ്റ് ചെയ്യാം, കീപ് വെയിറ്റിംഗ്. അപ്പൊ നമുക്ക് ആദ്യം സ്കിന്നൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം. സ്കിൻ കെയർ മസ്റ്റ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് മേക്കപ്പിൽ സ്കിൻ കെയർ എന്ന് പറയുന്നത്. സ്കിൻ പ്രിപ്പറേഷൻ. ഇതൊക്കെ നല്ല ബ്രാൻഡ് ടോണർ അപ്ലൈ ചെയ്യണം. സ്കിൻ കെയറിന് നമ്മൾ പിക്സിയുടെ ഒരു ടോണറും പിന്നെ ലെനീജിന്റെ ഒരു പിന്നെ ലിപ് ബാമും പിന്നെ ഒരു ഗ്ലോ ഡ്രോപ്പും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ എംബ്രിയോളജിന്റെ ഇതിൽ പ്രൈമർ ഇൻക്ലൂഡഡ് ആണ്, മോയ്സ്ചറൈസറും ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ ഒരു പ്രൈമറിന്റെ ആവശ്യം വരുന്നില്ല. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാണാം. പെയിന്റിങ് ചെയ്യാനുള്ള സാധനങ്ങൾ മൊത്തം ഇവിടെ നിരത്തി വെച്ചിക്കണല്ലോ അല്ലേ? അയ്യോ, ഓക്കെ, ഇതാണ് അപ്പൊ സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്നല്ലേ? എല്ലാം കൂടെ കാണിച്ചിട്ട് നിങ്ങളോട് ബോറടിപ്പിക്കണ്ടല്ലോ. ഇപ്പൊ എന്റെ കണ്ണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരു ഉറക്കമൊന്നും പ്രോപ്പർ അല്ല. ഇന്നലെ നമ്മള് കൊച്ചിയിൽ പോയിട്ട് ഇന്നിതാ മോർണിംഗ് ഒരു 3:30 ആയപ്പോ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ണിന്റെ അടിയിലേക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഉറങ്ങിയിട്ട് തന്നെ ഒരു 3-4 ദിവസം പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ട് കുറച്ച് ഡേയ്സ് ആയി. സോ നമുക്ക് നന്നായിട്ട് കളർ കറക്റ്റർ അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം ഇതൊക്കെ ഒന്ന് കൺസീൽ ആവണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എടുത്തേക്കുന്നത് Forever 52 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ഈ സംഭവം മൊത്തം എന്താന്ന് പറഞ്ഞാല് ഇവിടെ ചെയ്യുന്നതും കാണിച്ചാല് നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളൊരു സംഭവം തുടങ്ങുന്നുണ്ട്, അതിന്റെ മുന്നോടി കൂടി ആട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ടാഗ് ചെയ്ത് തരാം. അപ്പൊ അതില്ലേ ഇവർക്ക് ഇപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെൽഫും ചെയ്യാവുന്നതാണ്. അപ്പൊ വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഇതാക്കി തരാം. അത് അല്ലേ നമ്മള് എനിക്ക് അറിയുന്ന അറിവ് നിങ്ങൾക്കും കൂടി ഞാൻ പകർന്നു തരാം. എന്താ നമ്മള് നല്ല തീരെ റെസ്റ്റ് ഇല്ലാത്ത ഇവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഡിറ്റിംഗും നമ്മുടെ വർക്കിന്റെ പിന്നെ നമ്മള് എന്താ പറയാ പുതിയൊരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന്റേതായിട്ടുള്ള ബാക്കിലുള്ള എഫേർട്ടും കാര്യങ്ങളും ഒക്കെ അത് റെഡിയാക്കാൻ വേണ്ടിയുള്ള ഓട്ടം. കല്യാണം കഴിഞ്ഞതിന്റെ തിരക്ക് സത്യം പറഞ്ഞ ഇവിടെ വീട്ടിൽ പോകാൻ ടൈം കിട്ടിയിട്ടില്ല, അത് പോകണം. അതുപോലെ തന്നെ വർക്ക്, അതിന്റെ ഇടയിൽ പ്രൊമോഷൻ വന്നിട്ടുള്ള അതിന്റെ ഓട്ടങ്ങൾ എല്ലാം കൂടെ ആയിട്ട് അതോ അതിന്റെ ഇടയിൽ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാം. അപ്പൊ എഡിറ്റ് ചെയ്യുന്നത് അതായിട്ട് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞ് മോളെ നമുക്കൊന്ന് ഒരു 2 ദിവസമെങ്കിലും കെട്ടന്ന് ഉറങ്ങണം എന്നുള്ള അല്ലേ ഒരാഗ്രഹം. ഞാനൊന്ന് ചുവന്നില്ലേ ഗൈസ്, ഇനി നമുക്ക് ഈ 2 ഫേസ് നേരത്തെ കളർ കറക്റ്റർ അപ്ലൈ ചെയ്ത്. കാരണം എനിക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് വന്നു. അതുകൊണ്ട് അത്ര ഡാർക്ക് സർക്കിൾസ് ഇല്ലാത്ത ആളാണെങ്കിൽ നോർമൽ കൺസീലർ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് 2 ഫേസിന്റെ സൂപ്പർ കവറേജ് കൺസീലർ ആണ്. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണിന്റെ അടിയിലും. എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് കലകളുള്ളത് അവിടെയൊക്കെ അപ്ലൈ ചെയ്തോളൂ. എന്നിട്ട് ആര് ചോദിച്ചാലും ആര് നോക്കിയാലും പറയണം ഒരു കലയില്ല. കൺസീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ നാസിന്റെ പഞ്ചാബ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്തോണ്ടിരിക്കുകയാണ്. സമയമില്ല നമുക്ക്. അതെന്റെ അസിസ്റ്റന്റ് ആണ്. ഐ മേക്കപ്പിലേക്ക് കടന്നു. ഐ മേക്കപ്പ് ഫിനിഷായി. ഇനി കുറച്ച് ബ്ലഷ്, ഹൈലൈറ്റർ അങ്ങനത്തെ കുറച്ച്
കാര്യങ്ങളുള്ളത്. ഇതെന്താ അറിയോ, ഐലാഷ് ഫിറ്റ് ചെയ്യുമ്പോ അതിന്റെ ഒരു ഗ്ലൂ ഉണ്ടല്ലോ, അത് ഗ്ലൂ. ഇത് ഫൗണ്ടേഷനും അങ്ങനത്തെ ഒക്കെ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ഇത് എല്ലായിടത്തും കാര്യങ്ങൾ ഇതാ ഞാൻ ഇവൾക്ക് മാറ്റി കൊടുക്കുന്നവരെ എത്തി. അത് മണവാളൻ ഇതാക്കി കൊടുക്കുന്നത്. ഞങ്ങൾ അങ്ങനെ, ഞങ്ങൾ സിമ്പിളാ. കണ്ണാട്ടതാ ഞാൻ എന്താടാ അങ്ങനെ ഒരു വർത്താനം? അതൊക്കെ അസൂയണ്ട. ഓവറാക്കി ഞാനിപ്പോ ഇവിടെ ഓവർ ആവണോ സാധാ പറയണോ, ഞാനാവണോ അല്ലെങ്കിൽ ഞാനിതൊന്ന് ഇട്ടോട്ടെ. ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെ ഇട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്റെ ഈ ലുക്ക് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്നാ കമന്റ് ചെയ്യട്ടോ നിങ്ങൾ എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഞാൻ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ലൈവ് കമന്റ് വേണം. ലൈവ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാ, അപ്പൊ തന്നെ കമന്റ് കിട്ടണം. അതെ അപ്പം നിങ്ങൾ പറയാട്ടോ. ഇത് ഞാനിങ്ങനെ കായ പോലെ ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ച വളടുന്നു. ഒരു വളട്ടു, 2 വളട്ടു, 3 ഇട്ട്, 4 വളട്ടിട്ടോ. വള എന്താണ്? കുറച്ചുകൂടി ബുദ്ധിയുള്ള ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ, എനിക്ക് മനസ്സിലാവൂല. ഇത് ആരോടാ? ഞാൻ റേഞ്ചിക്ക് ഇറങ്ങി വരുന്നില്ല, ഞാൻ കുറച്ച് ഹൈ റേഞ്ചിലാ. ഓന്റെ റേഞ്ച് നമുക്ക് അറിയാലോ. അറിയുള്ളൂ. എന്റെ റേഞ്ച് അറിയുന്നവര് കമന്റ് ചെയ്യും, താഴെ കമന്റ്. അതെ അതെ. സെലീക്ക് എനിക്കൊരു സിനിമയിലെ ഡയലോഗ് ഓർമ്മ എന്താ ഞാൻ ചോദിക്കണ്ടേ? എന്താ റെഡി ആയിട്ടില്ലേ? അത് റെഡി ആയോ? എന്റെ പൊന്നും അറിയാ, ഇതുവരെ നീ ശരി റെഡി ആയില്ലേ? ശരിയല്ലേ? ഒന്നുകൂടെ റീടേക്ക്. അങ്ങനെ ഞങ്ങൾ ഇതാ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഒരു ട്വിസ്റ്റ് ഉണ്ടായി. ഹെയർ ചെയ്തത് ആരാണ്? ഇവളെന്നാ ചെയ്തത്. സമയപരിമിതി മൂലം നമ്മൾ എന്താ അല്ലെ സെലിക് ഫോട്ടോഗ്രാഫി പറഞ്ഞ് ക്യാമറമാന്റെ പ്രത്യേക അഭ്യർത്ഥന മൂലം സിങ്ക് തന്നെ ഹെയർ ചെയ്ത്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതെ, നമ്മള് കല്യാണത്തിന്റെ ഹെയർ ചെയ്തിരുന്നത് പാർലറിൽ പോയി ചെയ്തതാ. ലെൻസും ചെയ്യിച്ചല്ലോ. നോക്കട്ടെ സൈഡ്. അതുണ്ടല്ലേ, നല്ല രസമുണ്ട്. നോക്കട്ടെ നേരെ നോക്ക്. സോ കംപ്ലീറ്റ് ഓൾ ഇൻ ഓൾ ആയി. പക്ഷെ ഹെയറിൽ വലിയ പ്രാഗൽഭ്യം ഇല്ലെങ്കിലും പക്ഷെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. കിടിലുണ്ട്, നല്ല രസമുണ്ട്. എനിക്ക് വേറൊരു ലുക്ക് കിട്ടി നിന്റെ. യാ തുടങ്ങല്ലേ മോനെ? ചായയും കുടിച്ചിരിക്കാണോ? വാ, ചായ കൂടി ഒന്നുമില്ല, വാ. ഓക്കെ, അപ്പൊ നമ്മളിതാ പുറത്തേക്ക് പോവാണ് ബാക്കി ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട്. എന്റെ ലൈഫിൽ എനിക്ക് ആരെങ്കിലും ഒരു മേക്കപ്പ് പോലത്തെ സംഭവം ഇട്ടെന്നുണ്ട് അതിന്റെ വൈഫ് തന്നെ കേട്ടോ. അത് മുമ്പാണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നമ്മൾ പുറത്ത് ഇടയ്ക്ക് ഷൂട്ടില്ലല്ലേ അവൾ ഇട്ട് തരാറുണ്ട്. ഇപ്പോഴും ഇതാ ഒരു ബ്രൈഡ് ഇട്ട് തരുന്നു. ബ്രൈഡ് ഗ്രൂമിന് വേണ്ടിട്ട് കേരള ചരിത്രത്തിൽ ഞാൻ കണ്ടില്ല, ഈ കണ്ടിണ്ടാ? കേരള ചരിത്രത്തിൽ ആദ്യമായി ഇതാ ഒരു ബ്രൈഡ് ഗ്രൂമിന് ഇട്ട് തരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഒരു വിത്തിൻ 10 minutes കൊണ്ടാണ് ഈ ഒരു സാധനം നമ്മൾ ചെയ്തത്. അതും അവളെ പ്രൊഡക്ട്സിൽ നിന്ന് ഇട്ടിട്ടാണ് എനിക്ക് സെറ്റ് ചെയ്ത് തന്നത് മേക്കപ്പ്. എനിവേ താങ്ക് യു മാഡം. ഓ വെൽക്കം. അതെ, അപ്പൊ നമുക്ക് തുടങ്ങല്ലേ ഷൂട്ട്? ബാ ക്യാമറാമാനോ വാ. ഇന്ത്യ. സോ നമ്മളിതാ പുറത്തെത്തിയിരിക്കുകയാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്. വളരെ റെഡി അല്ലേ? ഇതില് ഇറങ്ങിയപ്പോൾ നമ്മളൊരു സംഭവം അറിഞ്ഞത്, ഫുള്ള് കാറ്റുണ്ട് അല്ലേ?
മോനെ സെറ്റ് ചെയ്ത് വെച്ച ഹെയർ പോകുന്നതിന് മുന്നേ കാറ്റ് കാറ്റ് അത് ഓള് ചെയ്തോളൂ. ഇവിടെ ഇത് ഈ സൺലൈറ്റ് ഉണ്ട്, രണ്ടാളും കൂടി നല്ല രസം. ശരി നമ്മളിപ്പോ സോറി ടിയാറയില് എൻട്രൻസ് എൻട്രൻസ് ഇങ്ങനെയാണ്. അതിന്റെ ഫ്രെയിമിലൊക്കെ നോക്കണ്ട്. എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടായോ? ഞാൻ രണ്ടാമത്തെ വട്ടാണ് ഇവിടെ വരുന്നത്. അയ്യോ ഈ ഒരു ഇല എന്റെ ഭാഗത്ത് വന്ന് കുത്തി. ഞാൻ എന്തോ മുള്ളു കുത്തണമായിട്ടൊക്കെ എനിക്ക് നല്ല കാറ്റാണ്. അതെ ചെയ്യാണ് എന്ത് സിംഗ എത്ര കഷ്ടപ്പെട്ടിട്ട് മേക്കപ്പ് ചെയ്ത് ഹെയർ സെറ്റാക്കി. ഈ കാറ്റ് സമ്മതിക്കുന്നില്ല സിംഗിനെ സുന്ദരിയാക്കി. ഇക്കാക്കയും സിംഗിയും പിന്നെ ഫോട്ടോഗ്രാഫറും കൂടിയും ക്യാമറാമാനും കൂടിയും അവിടെ നിൽക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു സ്ഥലത്ത് നല്ല രസമുള്ള സ്ഥലത്ത് കാണിച്ചു തരാൻ വേണ്ടി കാർ പാർക്കിംഗ് ഇവിടെ എടുത്താണ്. അടിയിലേക്ക് പോകണം. ഇവിടെ തന്നെ കുറെ കാറുകൾ. അപ്പൊ നമ്മുടെ സിംഗി മോള് പ്രമോ ഭാഗങ്ങൾ എടുക്കുന്നു. ഇനി എന്താണ് റോഷ അടുത്തൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഐഡിയ നിങ്ങൾ എന്റെ സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റിയില്? ഞാനിപ്പോ കുറെ എടുത്തല്ലോ. വെറൈറ്റി വേണോ? ആ വെറൈറ്റി വേണോ? എന്റെ അടുത്തുണ്ട്. ഇവിടെ ഓക്കെ വെറൈറ്റി അല്ലേ? വെറൈറ്റിയാ മുമ്പ് കണ്ട വായിരുന്നല്ലേ? മുദ്ര ശ്രദ്ധിക്കണം, മാറിയിട്ടുണ്ട്. ശരി അല്ലേ? ശരി. ഓ ഇനി ചെയ്യേണ്ട പണി എന്താ വെച്ചാല് ഇത് വീഡിയോക്ക് വേണ്ടിട്ട് കാര്യമായിട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങള് റൊമാൻറ്റിക് ആയിട്ട് ഇവിടെ എല്ലാവരും ആ ചെയ്യുമ്പോൾ സീൻ ഇവിടുന്ന് കവർ ചെയ്തിട്ട് പോവാം. അല്ലെ എന്നാല് അവിടെ നിന്നിട്ട് തന്നെ വെറുതെ സിമ്പിൾ ആയിട്ട് ചെയ്യുമ്പോൾ വെച്ച് കൊടുത്താളാം. നാഗർദാനാ ദിനനാ നാഗർദാനാ ദിനനാ. അപ്പൊ നിങ്ങൾ കണ്ട ഈ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോൺ ഓഫ് ആയി പോയി. അതുകൊണ്ട് വൈൻഡപ്പ് എടുക്കാൻ പറ്റിയില്ല അല്ലേ? അന്ന് പിന്നെ നല്ല ടയേർഡും ആയിരുന്നു. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ട്രാവൽ വന്നിരിക്കുകയാണ്. ഞാൻ, സെലീക്ക്, സെയ്ബ, റാഷി എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോ അപ്പുറത്തുണ്ട്. അപ്പൊ നമ്മൾ വൈൻഡപ്പ് എടുക്കാൻ വിചാരിച്ചല്ലേ? ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണുള്ള ഒരു വ്ളോഗറൊക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടെന്ന് കമന്റിൽ പറയട്ടോ. അതെ, ബബിളിന്റെ അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നാണല്ലോ. അപ്പൊ നമ്മളെ പോയി. അത് അത്ര എനിക്കത്ര ആ ഒരു സന്തോഷമൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് പോയി നോക്കാം. അതൊരു ഭയങ്കര ഒരു ഇതാണ്. എന്തായാലും അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടോ. അത് നിങ്ങൾക്ക് കാണാം, വരുന്നുണ്ട്. യെസ്. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫോട്ടോഷൂട്ടിന്റെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. താഴത്തെ ലിങ്ക് ഉണ്ട്. ഇന്റർനെറ്റ് പണിതും എന്റെയിലും ഉണ്ട് കേട്ടോ. എന്റെയിലും ഫോളോ ചെയ്തോട്ടെ. ഒന്ന് ഫോളോ ചെയ്യണം പ്ലീസ്. സൈബ ആരെങ്കിലും ഫോളോ. സൈബ എന്തോ കാണിക്കുന്നുണ്ട്. നമ്മൾ രണ്ടാളേലും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പൊ ഓക്കെ അല്ലേ? തല്ലുംപിടി. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഡെയിലി വ്ളോഗർ ആണ് ഇപ്പൊ നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്. സോ ആ ഡെയിലി വ്ളോഗ് ചെയ്തിട്ട് ഡെയിലി വ്ളോഗ് പറയും. പിന്നെ ഡെയിലി ചെയ്യാൻ പറ്റൂലായിരുന്നു. അതെ, ഡെയിലി ഇടേണ്ട ടൈം നിങ്ങൾ സജസ്റ്റ് ചെയ്തേരി. സോ ഇപ്പൊ കണ്ടിന്യൂ ആണ് ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്നത്. ഒറ്റ മിനിറ്റ്, ഒരു കാര്യം കൂടി പറഞ്ഞിട്ടെ. അതായത് ഡെയിലി ഇപ്പൊ ഇൻ കേസ് വലിയ ലോങ് വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ഷോർട്ടെങ്കിലും ഇടുന്നതായിരിക്കും അല്ലെ? അപ്പൊ എന്തായാലും
അടുത്ത വീഡിയോയിൽ നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.